വാദ്യഘോഷങ്ങളും ദൃശ്യവിസ്മയങ്ങളുമായ പൂരപ്രേമികളുടെ ഹൃദയം കവർന്ന ഘടകപൂരങ്ങൾ വടക്കുന്നാഥനെ പ്രണമിക്കാനെത്തി. രാജവീഥികളിൽ ആസ്വാദനത്തിന്റെ അനുഭൂതി വർഷിച്ച ഘടകക്ഷേത്രങ്ങളുടെ പകൽപൂരത്തിൽ ആവേശം അലതല്ലി. വാദ്യമേളപ്പെരുമഴിയും നിറപ്പൊലിമയും ചാരുത പകർന്ന മാസ്മര കാഴ്ചകളുമൊരുക്കി ഘടകപൂരങ്ങൾ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളിയെത്തിയപ്പോൾ മേടച്ചൂടിനെ വകവയ്ക്കാതെ പൂരച്ചൂടിലലിഞ്ഞ് തൃശ്ശൂർപുരിയിലേക്ക് കടലിരമ്പം പോലെ ജനസാഗരം ഒഴുകിയെത്തി. പിന്നെ ആവേശക്കടലായ മഹാപൂരത്തിന്റെ ചെറുപൂര പുഴയിലമർന്ന് ആസ്വാദനത്തിന്റെ രസാനുഭൂതി മതിമറന്ന് നുകരുകയായിരുന്നു ഏവരും. പൂരാസ്വാദകരെ മേളപ്പാൽക്കടലിൽ ആറാടിച്ച പാണ്ഡിമേളത്തിന്റെയും നാദപഞ്ചാമൃതം പൊഴിച്ച പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീരപ്പെരുമയിൽ എഴുന്നള്ളിയ ഘടകപൂരങ്ങളുടെ വരവോടെയാണ് പൂരങ്ങളുടെ പൂരമെന്ന മഹാപൂരത്തിന് ആവേശ തുടക്കമായത്. ദേവോത്സവത്തിലേക്ക് വർണ്ണക്കാഴ്ചകളും മേളവും ആരവങ്ങളുമായി ദേശക്കൂട്ടായ്മയോടെ ദേശദൈവങ്ങൾ എത്തിയതോടെ പിന്നീട് കാഴ്ചയുടെയും കേൾവിയുടെയും വർണ്ണനാതീതമായ സുന്ദര മുഹൂർത്തങ്ങളായിരുന്നു. പൂരദിവസം പുലർക്കാല രാവിൽ വടക്കുന്നാഥനിൽ കതിനവെടി മുഴങ്ങിയതോടെയാണ് മണ്ണിലെയും വെണ്ണിലെയും വിസ്മയ മഹാപൂരം പുലർന്നത്. വടക്കുന്നാഥന് കണിയെന്ന പോലെ കണിമംഗലം ശാസ്താവ് ആദ്യം എത്തിയതോടെ പൂരനഗരി അക്ഷരാർത്ഥത്തിൽ പൂരത്തിന്റെ മതിവരാ കാഴ്ചകൾക്കായി ഉണരുകയായിരുന്നു. തെക്കേ ഗോപുരനട വഴി അകത്തുകടന്ന ശാസ്താവ് വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് എത്തിയതോടെ പൂരനഗരി താളവർണ്ണ വിസ്മയങ്ങളുടെ നിറക്കൂട്ടായി മാറിയെന്ന് മാത്രമല്ല, നാദധാര ആർത്തുപെയ്യാനും തുടങ്ങി. പൂരനഗരിയെ വർണ്ണക്കുട ചോടിച്ച് തൃശൂർ പൂരം പൂത്തൊലിയാൻ തുടങ്ങിയ കാഴ്ചയായിരുന്നു പിന്നീട് ദൃശ്യമായത്. തൊട്ടുപിന്നാലെ പനമുക്കുംപള്ളി ശാസ്താവും ചെമ്പൂക്കാവ് പൂക്കാട്ടിക്കര കാരമുക്ക്, ലാലൂർ ചൂരക്കോട്ടുകാവ് അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ഭഗവതിമാരും കൊടും ചൂടിനെ കുളിരണിയിച്ചുകൊണ്ട് മേളക്കൊടുങ്കാറ്റ് വർഷിച്ചും പൂരലഹരിയിൽ അമരാനെത്തിയവരിൽ അനുഭൂതി സമ്മാനിച്ചും വടക്കുംനാഥനെ വണങ്ങാനെത്തി. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനുമൊപ്പം കിടപിടിക്കാവുന്ന തരത്തിൽ ഘടകപൂരങ്ങൾ വടക്കുംനാഥന് മുന്നിൽ പകലിനെ മേളപ്പാൽക്കടലാക്കി നാദപ്രപഞ്ചം തീർത്ത് ആവേശപ്പെരുക്കം തീർത്തപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ പൂരാവേശം സീമകൾ ലംഘിച്ച് അലതല്ലി. 8 ഘടകപൂരങ്ങളിലും അണിനിരുന്നത് തലയെടുപ്പും ലക്ഷണവുമൊത്ത കരിവീര കേസരികളായിരുന്നു. 3 മുതൽ 14 വരെയുള്ള ആനകളുടെ അകമ്പടിയോടെയാണ് ദേശദൈവങ്ങളുടെ പൂരം വടക്കുന്നാഥന്റെ മണ്ണിൽ നയനാനന്ദകര കാഴ്ചയൊരുക്കിയത്. ഘടകപൂരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകളെ അണിനിരത്തിയത് ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ പൂരമായിരുന്നു. 14 ആനകൾ. പാണ്ഡിമേളവും പഞ്ചവാദ്യവുമായി മറ്റെല്ലാ പൂരങ്ങളും മേളഗോപുരം കെട്ടിപ്പടുത്തപ്പോൾ പഞ്ചാരിമേളത്തിന്റെ പാൽക്കടൽ പൊഴിച്ച് ചെമ്പൂക്കാവ് ഭഗവതിയുടെ പൂരം നാദനിറ സമന്വിതമായ ലഹരി പടർത്തി. പൊൻപട്ടമേന്തിയ ഗജവീരന്റെ പുറത്ത് ആലവട്ട ചാമരങ്ങളുടെയും മുത്തുകുടകളുടെയും ഏഴഴകോടെ എഴുന്നള്ളിയ നൈതലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പോടെ ഘടകപൂരങ്ങളുടെ പകൽപൂരത്തിന് പരിസമാപ്തിയായി. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.